പ്രവചനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബൾഗേറിയൻ യോഗി ബാബ വാൻഗയെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. 1996 28 വർഷങ്ങൾക്ക് മുൻപേ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും ബാബ വാൻഗയുടെ പ്രവചനങ്ങൾക്ക് ഇന്നും ആരാധകരും വിശ്വാസികളുമുണ്ട്. 1911 ജനിച്ച ബാബ വാൻഗ 1996 മരിച്ചത്. അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളായിരുന്നു ബാബ വാൻഗയ്ക്ക് ദശലക്ഷക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത്. എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന ആ വർഷത്തെക്കുറിച്ച് വാൻഗ നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട്. എന്നാൽ ആരാണ് ഇതിനു പിന്നിലെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വാൻഗ മരിച്ച 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാണെന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ നിന്നെന്ന ചോദ്യത്തിന് അവരുടെ ജോലിക്കാരിലേക്കാണ് അനുയായികൾ വിരൽ ചൂണ്ടുന്നത്. വാൻഗ പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് അനുയായികൾ പറയുന്നത്. 51-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാൻഗ പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുന്നു. സിറിയയെക്കുറിച്ച് വാൻഗ നടത്തിയ ഒരു പ്രവചനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബഷർ അൽ അസദ് ഭരണത്തിന് പതനം സംഭവിച്ചിരിക്കുന്നു. 13 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വിമത നീക്കമാണ് ഒടുവിൽ വിജയം കണ്ടത്. സിറിയയുടെ പതനത്തിന് ശേഷം ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ലോകം ഭയക്കാനിരിക്കുന്ന നിരവധി കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്നാണ് വാൻഗയുടെ പ്രവചനത്തിൽ പറയുന്നത്. ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ യുദ്ധം ആരംഭിക്കുമെന്നാണ് പ്രവചനത്തിലെ ഒരു കാര്യം. കിഴക്കൻ മേഖല സംഘർഷഭരിതമാകും. 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങും. യുദ്ധത്തിനൊടുവിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പതനവും ബാബ വാൻഗ പ്രവചിച്ചു. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ സംഘർഷം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് 3-ാം ലോക മഹായുദ്ധത്തിന് സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന പ്രവചനം എത്തുന്നത്. ബാബ വാൻഗ ജീവിച്ചിരുന്ന കാലത്ത് അവർ പ്രവചിച്ച പല കാര്യങ്ങളും അവരുടെ മരണശേഷം നടന്നു. സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ഡയാന രാജകുമാരിയുടെ മരണം, ചെർണോബിൽ ദുരന്തം, ബ്രെക്സിറ്റ് എന്നിവ വാൻഗ പ്രവചിച്ചിരുന്നതായാണ് കണക്കാക്കുന്നത്. ഇനിയും വരാനിരിക്കുന്ന നിരവധി വർഷങ്ങളിലേക്കുള്ള പ്രവചനങ്ങൾ ബാബ വാൻഗ നടത്തിയിട്ടുണ്ട്. ബാബ വാൻഗ അഥവാ വാങ്കേലിയ പാണ്ഡവെ ഗുഷ്റോവ ഒരു അന്ധയായ ബൾഗേറിയൻ വൃദ്ധ സന്യാസിയായിരുന്നു. 12-ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട വാൻഗയുടെ കാഴ്ചശക്തി നഷ്ടമായി. ഇതിനു പിന്നാലെയാണ് വാൻഗയ്ക്ക് പ്രവചിക്കാനുള്ള ശക്തി ലഭിച്ചതെന്നാണ് കരുതുന്നത്. വാൻഗയെക്കുറിച്ച് അവർ തന്നെ പറയുന്ന കഥയായിരുന്നു ഇത്. എന്നാൽ അത്തരത്തിലൊരു ചുഴലിക്കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട അനാഥയായി. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാൻഗ പ്രശസ്തി ആർജിക്കുന്നത്. മരണത്തിന് ശേഷവും കൂടുതൽ ശക്തമായി കരുത്തോടെ വാൻഗയുടെ പ്രവചനങ്ങൾ നിലകൊള്ളുന്നു. 2024 കുറിച്ച് വാൻഗ പ്രവചിച്ചത് കഴിഞ്ഞ വർഷം ഏറെ ചർച്ചയായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും 2024 എന്നായിരുന്നു വാൻഗയുടെ പ്രവചനം. അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കവും വാൻഗ പ്രവചിച്ചിരുന്നു. കടക്കെണിയുടെ വർധനവും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകും. ദേശീയ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും. വൈദ്യുതി നിലയങ്ങളും ജലശുചീകരണശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകും. ഇതെല്ലാം വാൻഗയുടെ പ്രവചനങ്ങളിൽ പറഞ്ഞിരുന്നു.